ഒന്നിൽ കൂടുതൽ കോൺട്രാക്ട് അക്കൗണ്ടുകൾ ഒരേ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. അജയ് കൺസ്ട്രക്ഷൻസ് അണ്ടർടുക്ക് 2 കോൺട്രാക്ട്സ് ഓൺ 1st January 2019 ആൻഡ് 1st April 2019. The following relates to the contract for the year ended 31st December 2019. ഓക്കെ, കോൺട്രാക്ട് എക്സ് കോൺട്രാക്ട് വൈ രണ്ട് കോൺട്രാക്റ്റുകളാണ്. കോൺട്രാക്റ്റ് പ്രൈസ് വരുന്നത് എത്രയാണ്? 4 lakh ആണ് ഫസ്റ്റ് എക്സിൻ്റെ കേസിൽ വരുന്നത്. ദെൻ കോൺട്രാക്റ്റ് വൈയുടെ കേസിൽ എത്രയാണ്? 1 lakh ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ പറയുന്നത് എന്താണ്? വർക്ക് സർട്ടിഫൈഡ് ആണ് പറയുന്നത്. വർക്ക് സർട്ടിഫൈഡ് കോൺട്രാക്റ്റ് എക്സിൻ്റെ കേസിൽ 2,60,000, കോൺട്രാക്റ്റ് വൈയുടെ കേസിൽ 30 lakh. ഓക്കെ, ദെൻ നെക്സ്റ്റ് വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. കോൺട്രാക്റ്റ് എക്സിൻ്റെ കേസിൽ 25,000, കോൺട്രാക്റ്റ് വൈയുടെ കേസിൽ എത്ര? 12,000. ഓക്കെ, നെക്സ്റ്റ് മെറ്റീരിയൽ ഇഷ്യൂഡ് 1,10,000 എക്സിലും 9,000 വൈയിലും. ദെൻ വേജസ് പെയ്ഡ് 80,000 എക്സ് 7,000 വൈ. ദെൻ വേജസ് അക്രൂഡ് 3,000 എക്സ് ദെൻ 2,000 വൈ. ദെൻ ജനറൽ എക്സ്പെൻസ് 8,200 എക്സ് 4,100 വൈ. Then planned installed 30,000 x 20,000 y. Value of planned 31st December 2019 closing ആണ് 21,000 11,500. Then material on hand 31st December 2019 3,000 2,000. Next material transferred from contract X to Y 800. Okay. Then cash received from contract 2,08,000 x 24,000 y. Okay, then ഇവിടെ prepare contract account and show the relevant items in balance sheet. Okay, ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ രണ്ട് കോൺട്രാക്ട് ഡാറ്റയാണ് തന്നത്. ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എമൗണ്ട്സ് കോളം രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. ഒന്ന് എക്സിനും മറ്റൊന്ന് വൈയും. രണ്ട് കോൺട്രാക്റ്റ് ആണ് വരുന്നത്, എക്സും വൈയും. ഇപ്പോൾ എക്സിന് ഒരു എമൗണ്ട് കോളം, വൈക്ക് ഒരു എമൗണ്ട് കോളം. ഇതാണ് ജസ്റ്റ് മാറ്റം വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസിനെയും എങ്ങനെ കാണിക്കാം നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു? എല്ലാ എക്സ്പെൻസുകളെയും കാണിക്കുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽ കാണിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സിൻ്റെയും വൈയുടെയും മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,10,000 ആണ് എക്സിൻ്റെ വരുന്നത്. വൈയുടെ വരുന്നത് എത്രയാണ്? 9,000 ആണ് വൈയുടെ എന്ത് വരുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് വേജസ് ആണ് എക്സ്പെൻസിൽ പറഞ്ഞിട്ടുള്ളത്. ആ വേജസ് അക്രൂഡും ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അക്രൂഡിനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. പകരം അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഓരോന്നും കാണിച്ചാലും മതി. ഇപ്പോൾ വേജസ് എക്സിൻ്റെ കേസിൽ എത്രയാണ്? എക്സിൻ്റെ കേസിൽ 80,000 ആണ് തന്നത്. ദെൻ വൈയുടെ കേസിൽ തന്നത് എത്രയാണ്? 70,000 ആണ് തന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതോ വേജസ് അക്രൂഡ് ആണ്. ഓക്കെ, വേജസ് അക്രൂഡ് എക്സും വൈയും. എക്സിൻ്റെ തന്നത് എത്രയാണ്? 3,000 ആണ് എക്സിൻ്റെ തന്നത്. ദെൻ വൈയുടെ തന്നത് എത്രയാണ്? 2,000 ആണ് തന്നത്. അതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ്ലി കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഐറ്റം ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ജനറൽ എക്സ്പെൻസ്. ഓക്കെ, ജനറൽ എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണ്? എക്സിൻ്റെ കേസിൽ 8,200, ദെൻ വൈയുടെ കേസിൽ 4,100. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്ലാന്റ് ആണ്. അതായത് പ്ലാന്റ് എന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണ്? പ്ലാന്റ് ഇൻസ്റ്റാൾഡ് അറ്റ് സൈറ്റ് എത്രയാണ്? 30,000ഉം 20,000ഉമാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആ 30,000 എക്സിൻ്റെയും വൈയുടെ 20,000ഉം എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ ട്രാൻസ്ഫേർഡ് ഫ്രം എക്സ് ടു വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സിൽ നിന്നും കോൺട്രാക്ട് എക്സിൽ നിന്നും വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ എക്സിൽ നിന്നും വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് നമ്മൾ ഏതിൽ കാണിക്കണം? വൈയുടെ കോളത്തിൽ കാണിക്കണം. അതായത് മെറ്റീരിയൽ ട്രാൻസ്ഫർ എന്നും പറഞ്ഞിട്ട് ഇവിടെ എക്സിൽ നിന്നും വൈയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ഏതിലേക്ക് കാണിക്കണം? ഈ ഒരു വൈയുടെ കോളത്തിൽ കാണിക്കണം.
ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റയാണ് നമ്മുടെ ഡെബിറ്റ് സൈഡ് ഡാറ്റയായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ വരുന്നു. ഇൻകംപ്ലീറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ എന്ത് വരും? ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് വരും. അതിൽ വർക്ക് സർട്ടിഫൈഡ് ഫസ്റ്റ് കാണിക്കുന്നു. വർക്ക് സർട്ടിഫൈഡ് നമ്മളെ ക്വസ്റ്റ്യനിൽ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ളത് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എത്രയാണ്? 2,60,000 30,000 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നതാണ്. ഇനി അതേപോലെ തന്നെ വർക്ക് അൺസർട്ടിഫൈഡ് കാണിക്കുന്നു. വർക്ക് അൺസർട്ടിഫൈഡ്. ഓക്കെ, വർക്ക് അൺസർട്ടിഫൈഡ് തന്നത് എത്രയാണ്? 25,000 എക്സിൻ്റെതും 12,000 വൈയുടേതുമാണ് തന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് എന്താണ്? മെറ്റീരിയൽ ഓൺ ഹാൻഡ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ ക്ലോസിങ്ങിൽ മെറ്റീരിയൽ വരുന്നത് എത്രയാണ്? മെറ്റീരിയൽ ഇൻ ഹാൻഡ് എക്സിൻ്റെയും വൈയുടെയും നമ്മുടെ ക്വസ്റ്റ്യനിൽ, അതായത് 31/12/2019 എന്നും പറഞ്ഞിട്ട് നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ ഇൻ ഹാൻഡ് എത്രയാണ്? 3,000 2,000 തന്നത്. ഇതേപോലെ തന്നെ നമ്മൾ എന്തും കാണിക്കണം? പ്ലാന്റും കാണിക്കണം. പ്ലാന്റ് അറ്റ് സൈറ്റ് എത്രയാണ്? പ്ലാന്റ് അറ്റ് സൈറ്റ് 31/12/2019 തന്നതാണ്. 21,000 11,500 തന്നിട്ടുണ്ട്. 21,000 11,500. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മെറ്റീരിയൽ ട്രാൻസ്ഫർ എക്സിൽ നിന്നും വൈയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് വൈയുടെ കോളത്തിൽ നമ്മൾ കാണിച്ചു. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ അതിനെ എക്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതിനെ എക്സിൻ്റെ കോളത്തിലും കാണിക്കണം. അപ്പം മെറ്റീരിയൽ ട്രാൻസ്ഫർ എന്ന് ഉള്ളതിൽ എക്സിൻ്റെ കോളത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ഓക്കെ, എക്സിൽ നിന്നും വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്നത് ആരാണോ അവരെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ ആരാണോ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത് അവരെ കോളത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 800 ഏതിൽ കാണിച്ചു? എക്സിൽ കാണിച്ചു. അപ്പോൾ ഇത്രയും ഡാറ്റയാണ് നമ്മുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടുമായിട്ടുള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എവിടെയാണ് വരുന്നത്? അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 3,09,800 എന്ന് കിട്ടും എക്സിൻ്റെ കോളം. അത് നമ്മൾ ഇവിടെയും കാണിക്കുന്നു 3,09,800. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 55,500 എന്ന് കിട്ടും. ഇവിടെയും 55,500 കാണിക്കും. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് കണ്ടെത്തുന്നു. ക്രെഡിറ്റ് സൈഡിലുള്ള ഡാറ്റ മൈനസ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 78,600 എന്ന് കിട്ടും. അതേപോലെ തന്നെ വൈയുടെ കോളം നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12,600 എന്ന് കിട്ടും. ഇത് ഇൻകംപ്ലീറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഈ കിട്ടുന്ന ബാലൻസ് എന്താണ്? നോഷണൽ പ്രോഫിറ്റ് ആണ്. നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോ ഡൗൺ ചെയ്യുന്നു. ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 78,600 12,600. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും അതേപോലെ തന്നെ ടു വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ വർക്ക് കംപ്ലീറ്റഡ് എങ്ങനെയാണ് വരുന്നത്, വർക്ക് സർട്ടിഫൈഡ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കേസിൽ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 2,60,000 ആണ്. എക്സിൻ്റെ കേസിൽ കോൺട്രാക്റ്റ് പ്രൈസ് വരുന്നത്, കോൺട്രാക്റ്റ് പ്രൈസ് എക്സ് ആണ്. എക്സിൻ്റെ കേസിൽ എത്രയാണ്? 4 lakh ആണ് കോൺട്രാക്റ്റ് പ്രൈസ് വരുന്നത്. ഇനി വർക്ക് സർട്ടിഫൈഡ് വരുന്നത് 2,60,000 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2,60,000 4 ലക്ഷത്തിൻ്റെ എത്ര പോർഷനാണ്? 1/2 പോർഷനേക്കാളും കൂടുതലാണ്. അതായത് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakh ആണ്. 4 ലക്ഷത്തിൻ്റെ 1/2 2 lakh ആണ്. അതിനേക്കാൾ കൂടുതലാണ് എന്ത് വരുന്നത്? 2,60,000 വരുന്നത്. അതായത് 1/2 പോർഷനേക്കാളും കൂടുതലാണ് വരുന്നതെങ്കിൽ അത്തരം കേസിൽ നമ്മൾ എത്രയാണ് ഇതിലേക്ക് പ്രോഫിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 2/3 പോർഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് കാൽക്കുലേഷൻ എങ്ങനെ വരും? അതായത് എത്രയാണോ പ്രോഫിറ്റ് വരുന്നത് 78,600 ഇൻറ്റു 2/3 എത്രയാണോ ക്യാഷ് റിസീവ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2,08,000 ആണ് ക്യാഷ് റിസീവ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 2,60,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള കിട്ടുന്ന ബാലൻസ് കിട്ടും. ഓക്കെ,
ഇത് കണ്ടു കഴിഞ്ഞാൽ 41,920 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ബാക്കി പോർഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും, 78,600 ആണ് എക്സിൻ്റെ കേസിൽ വരുന്നത്, 78,600. ഇനി ഇതിൽ നിന്നും ഇതിനെ മൈനസ് ചെയ്യുന്നു, 36,680 എന്ന് കിട്ടും. ഇതാണ് വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് എക്സിൻ്റെ കേസിൽ വരുന്നത്. ഇനി വൈയുടെ കേസിൽ നമ്മൾ നോക്കുന്നു, 30,000 ആണ് എന്ത് വരുന്നത്, വർക്ക് സർട്ടിഫൈഡ് വരുന്നത്. വൈയുടെ കോൺട്രാക്ട് പ്രൈസ് വരുന്നത് 30,000 ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakhനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ 1 lakhനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഇത് 1/2 കുറവാണ്. 1/2 എന്ന് പറയുന്നത് 50,000 ആണ്, അതിലേക്കാണ് കുറവാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് 1/4 ആണ് നോക്കേണ്ടത്. 1/4 എന്ന് പറയുന്നത് 1,00,000ൻ്റെ 1/4 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 25,000 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 എന്താണ്, ഇത് കൂടുതലാണ്, 1/4 കൂടുതലാണ്, മോർ ദാൻ 1/4 ആണ്. പക്ഷേങ്കിൽ 1/2 കുറവാണ്, 1/2 കുറവാണ്. അതേപോലെ തന്നെ മോർ ദാൻ 1/4 ആണ്. അത്തരം കേസിലാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്, 12,600 ആണ് വൈയുടെ പ്രോഫിറ്റ് വരുന്നത്. അതിൻ്റെ എത്ര പോർഷനാണ്, 1/3 പോർഷനാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദെൻ ഇൻറ്റു ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് റിസീവ് ചെയ്യുന്നത് എത്രയാണ്, ഇവിടെ വൈയുടെ കേസിൽ ക്യാഷ് റിസീവ് ചെയ്യുന്നത് 24,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്, 30,000 ആണ് വർക്ക് സർട്ടിഫൈഡ് വരുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ വർക്ക് സർട്ടിഫൈഡ് 30,000 ആണ്. അത് നമ്മൾ കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ എത്ര പാർട്ടാണെന്ന് നോക്കുന്നു. 1/4 കൂടുതലാണ്, പക്ഷെങ്കിൽ 1/2 കുറവാണ്. അത്തരം കേസിൽ 1/3 പോർഷനാണ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 3,360 എന്ന് ടോട്ടൽ കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ്, 12,600 ആണ് മൊത്തം വരുന്നത്, 12,600 വരുന്നു. ഈ 12,600 നിന്നും 3,360 നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. എത്ര കിട്ടും, 9,240 എന്ന് ആൻസർ കിട്ടും. അതായത് ആ ബാലൻസ് എവിടേക്ക് പോകും, വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് 2 കോൺട്രാക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിനെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കും, ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് വരക്കുന്നു, ലാബിലിറ്റീസ്, അസറ്റ്. ദെൻ അസറ്റ്സ് ലാബിലിറ്റി സൈഡുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഒന്നാണ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അത് ലാബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ വരുന്നത് എക്സിൻ്റെ 3,000 ആണ്, വൈയുടെ 2,000 ആണ്. ടോട്ടൽ എത്ര കിട്ടും, 5,000 കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ രണ്ടിൻ്റെയും കണ്ടെത്തി, എക്സിൻ്റെതും വൈയുടെയും, അത് രണ്ടും ആഡ് ചെയ്തു, ടോട്ടൽ മാത്രം എഴുതി. ഓക്കെ, ഇനി അസറ്റ് സൈഡിൽ മെറ്റീരിയൽ ഇൻ ഹാൻഡ്, അതായത് ക്ലോസിംഗ് മെറ്റീരിയൽ എത്രയാണ്, എക്സിൻ്റെതും വൈയുടെയും 3,000 to 2,000 to 5,000. ദെൻ പ്ലാന്റ് അറ്റ് സൈറ്റ്, അതായത് ക്ലോസിംഗ് പ്ലാന്റ് 21,000 എക്സിൻ്റെതും 11,500 വൈയുടെയും, ടോട്ടൽ 32,500. ഓക്കെ, ഇനി വർക്കിംഗ് പ്രോഗ്രസ് ആണ് 2,60,000, വർക്ക് അൺസർട്ടിഫൈഡ് 25,000, ടോട്ടൽ 2,85,000 കിട്ടും. അതിൽ നിന്നും റിസർവിനെ മൈനസ് ചെയ്തു, പിന്നെ അതേപോലെ ക്യാഷ് റിസീവ്ഡിനെയും മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 40,320 കിട്ടും. ഇതേപോലെ സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും റിസർവിനെ മൈനസ് ചെയ്തു, ക്യാഷ് റിസീവ്ഡും മൈനസ് ചെയ്തു, ടോട്ടൽ 8,760 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ല, എല്ലാ ഐറ്റംസും ഇല്ലാത്തതുകൊണ്ട് തന്നിരിക്കുന്ന ഐറ്റംസ് മാത്രം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞു. 2 കോൺട്രാക്റ്റ് അക്കൗണ്ടുകൾ സെയിം ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്